എല്ലാവർക്കും മറിയംസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി വെച്ചിട്ടുള്ളൊരു സ്ക്വാഷാണ്. ചൂടുകാലൊക്കെയാണല്ലോ, അപ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു 18ഓളം ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റാണ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്ക്വാഷിന് കിട്ടുന്നത്. ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഉണ്ടാവുക. നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള കളറിനേക്കാൾ ഇച്ചിരി കൂടി ഒരു വേറെ ഒരു കളറായിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും, വേറൊരു കളറായിട്ട് മാറും. അത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കിട്ടുക. നമുക്കിതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. സ്ക്വാഷ് ഉണ്ടാക്കാൻ ആവശ്യത്തിന് 2 കപ്പ് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൂവപ്പൊടി ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഇച്ചിരി ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടെടുക്കുക. പേസ്റ്റ് പരുവത്തിൽ ഇച്ചിരി കൂടി ലൂസി പരുവത്തിലാക്കിയെടുക്കാം. നമുക്കിത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ലായനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് എടുക്കാവുള്ളൂ. ചൂടാറിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇച്ചിരി കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെമ്പരത്തിയുടെ ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്, കുറച്ച് കുറുകിയിട്ടാണുള്ളത്. നമ്മൾ കൂവപ്പൊടി കിടുന്ന കാരണം നല്ല തണുപ്പുമാണ് ശരീരത്തിന്. അപ്പോൾ ഈ ചൂടൊക്കെ ഉള്ള കാലമാണല്ലോ, കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കും ചെയ്യാം. ഹെൽത്തിയാണ്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണെന്ന് തന്നെ പറയാം.